കുറ്റപ്പെടുത്തലും പഴിചാരലുകളൊക്കെ അവിടെ നിൽക്കട്ടെ. സത്യത്തിൽ ആരുടെ ഭാഗത്താണ് തെറ്റ്? ആരാണ് ശരിക്കും ഇപ്പോൾ പഴി കേൾക്കുന്നത്? പരിശോധിക്കേണ്ട കാര്യമല്ലേ ഇത്? എന്തുകൊണ്ട് ജോയ് എന്ന ആ വ്യക്തിക്ക് അവിടെ വൃത്തിയാക്കാൻ ഇറങ്ങേണ്ടി വന്നു എന്നതിൽ നിന്നാണ് തുടങ്ങേണ്ടത്. ഒരു മനുഷ്യൻ യാതൊരുവിധ സുരക്ഷാ സന്നാഹങ്ങളും ഇല്ലാതെ എന്തിന് മഴയുള്ള സമയത്ത് ഇതുപോലെ ഒരു തോട്ടിലിറങ്ങുമ്പോൾ ഉണ്ടാവേണ്ട അടിസ്ഥാന കാര്യങ്ങളായ ഗ്ലൗസും ബൂട്ടും പോയിട്ട് അവിടേക്ക് ഇറങ്ങുമ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടിയുള്ള ഒരു കയറ് പോലും ഇല്ലാതെയാണ് അവിടേക്ക് ഇറങ്ങിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഇറങ്ങിയ വ്യക്തി തിരുവനന്തപുരം നഗരസഭയുടെ തൊഴിലാളിയോ കരാർ തൊഴിലാളിയോ അല്ല. നഗരസഭ ഈ പണി ഏൽപ്പിച്ച ആളും അല്ല. മറിച്ച് റെയിൽവേ കരാർ കൊടുത്ത് വൃത്തിയാക്കാൻ ഇറങ്ങിയ ആളാണ്. അപ്പോൾ ഈ പണി ചെയ്യുമ്പോൾ ഇതൊക്കെ മോണിറ്റർ ചെയ്യാൻ റെയിൽവേ ഉദ്യോഗസ്ഥർ ആരും അവിടെ ഉണ്ടായിരുന്നു. ആരാണ് കരാറുകാരൻ? എന്താണ് അയാളുടെ പേര്? എന്താണ് ഇതിന് മേൽനോട്ടം വഹിക്കേണ്ട ഉദ്യോഗസ്ഥൻ്റെ പേര്? ഇതൊന്നും ഒരിടത്തും പറയുന്നില്ല. അവിടെ കാത്തുകെട്ടി കിടക്കുകയും ഈ രക്ഷാപ്രവർത്തനത്തിനിടയ്ക്ക് സെൽഫി എടുക്കാനും ചിരിച്ചുല്ലസിക്കാനും സമയം കണ്ടെത്തിയ അവിടെ നിന്ന മാപ്രകൾ ആരും ഇതിനെക്കുറിച്ച് അന്വേഷിച്ചില്ല. പക്ഷേ ഇത്തരത്തിലൊരു അപകടം നടന്ന ഉടനെ നഗരസഭാ ജീവനക്കാരനായ കരാർ തൊഴിലാളിയാണോ അല്ലയോ എന്നുപോലും അന്വേഷിക്കാതെ തിരുവനന്തപുരത്തെ മേയറെ പുലഭ്യം പറയാനാണ് മാധ്യമങ്ങൾ ശ്രമിച്ചത്. 24-ലെ വാർത്താ അപരാധം അധമ മാപ്രയാണെങ്കിൽ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയുകയായിരുന്നു. ഇതാണ് പ്രശ്നം. റെയിൽവേയുടെ ഭൂമിയിൽ കൂടെ പോകുന്ന ആമയിഴഞ്ചാൻ തോടിൻ്റെ ആ ഭാഗം വൃത്തിയാക്കേണ്ടത് റെയിൽവേയുടെ ജോലി ആണെന്നിരിക്കെ അവർ അങ്ങനെ ചെയ്യുന്നില്ല എന്നും നഗരസഭ നിരന്തരം അവർക്ക് നോട്ടീസ് അയച്ചിട്ട് നടപടിയെടുത്തില്ല എന്ന കാര്യം പറയേണ്ട ഘട്ടം വന്നപ്പോൾ എങ്ങനെയാണ് ഇവർക്ക് പരസ്പരം പഴിചാരൽ എന്ന് പറയാൻ കഴിയുന്നത്? അതുവരെ പഴി മൊത്തം ഇതുമായി ഒരു ബന്ധവുമില്ലാത്ത നഗരസഭയ്ക്ക് കിട്ടിയപ്പോൾ ഈ കുണ്ഠിതം ഒറ്റ മാപ്രകൾക്കും ഉണ്ടായില്ല. 6.3 കിലോമീറ്ററുള്ള ആമയിഴഞ്ചാൻ തോട്ടിൽ ഈ 117 മീറ്റർ റെയിൽവേക്ക് കീഴിലുള്ള സ്ഥലത്ത് മാത്രമാണ് പ്രശ്നം. വേറെ ഒരിടത്തും പ്രശ്നമില്ല. ഇതുകൂടി നോക്കുമ്പോൾ ആരാണ് കുറ്റക്കാർ എന്നത് വ്യക്തമാണ്. എന്നിട്ടും ആരും കമ എന്നൊരക്ഷരം മിണ്ടിയില്ല. ഇനി നഗരസഭ പോട്ടെ, ജില്ലാ കളക്ടർ പറഞ്ഞിട്ട് പോലും റെയിൽവേ ഒരു നടപടിയും എടുത്തില്ല. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇറങ്ങിയപ്പോൾ വർഷങ്ങൾ കൊണ്ട് അട്ടിയായിരിക്കുന്ന മാലിന്യങ്ങൾ കൊണ്ട് ടണൽ നിറഞ്ഞിരിക്കുകയാണ്. മാൻഹോളുകളിൽ നിറയെ റെയിൽവേയുടെ മാലിന്യം. ശുചിമുറി മാലിന്യം ഡിസ്പോസ് ചെയ്യാൻ റെയിൽവേക്ക് സംവിധാനമില്ല. നോക്കിയപ്പോൾ അതിൻ്റെ പൈപ്പും ഈ ഓടയിലേക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കഷ്ടം. ഈ മനുഷ്യൻ അവിടെ പെട്ടുപോയത് കൊണ്ടും ആളെ കണ്ടെത്താൻ ഇറങ്ങേണ്ടി വന്നതുകൊണ്ടും റെയിൽവേയുടെ ഉള്ളിലൂടെയുള്ള ടണൽ അല്പമെങ്കിലും വൃത്തിയായി. അല്ലെങ്കിൽ കാണാമായിരുന്നു. തോട്ടിപ്പണി നിരോധിച്ച രാജ്യത്ത് അതിന് സമാനമായി ഒരു സംവിധാനങ്ങൾ നൽകാതെ ഒരു പച്ച മനുഷ്യനെ ഇതുപോലെ ഒരു മാലിന്യ കൂമ്പാരത്തിൽ ഇറക്കാൻ റെയിൽവേ തയ്യാറായതും അതിന് മേൽനോട്ടം വഹിക്കാൻ ഒരു ഉദ്യോഗസ്ഥൻ പോലും ഇല്ലാതെ ഇരുന്നതും തോട്ടിപ്പണിക്ക് സമാനമായാണ് ഈ പ്രവൃത്തിയെ റെയിൽവേ കണ്ടത് എന്നാണ് സൂചിപ്പിക്കുന്നത്. പ്ലാറ്റ്ഫോം ടിക്കറ്റ് മുതൽ സീനിയർ സിറ്റിസൺ ടിക്കറ്റ് വരെ ഇരട്ടി വിലയാക്കി ക്യാൻസൽ ആയിപ്പോയ ടിക്കറ്റിൻ്റെ പണം പോലും സാധാരണക്കാർക്ക് തിരികെ കൊടുക്കാതെ പിഴിയുന്ന റെയിൽവേ അവരുടെ ഏറ്റവും വലിയ വേസ്റ്റ് ഡെപ്പോസിറ്റ് നീക്കാൻ ചിലവഴിച്ച തുക 1500 രൂപ ദിവസക്കൂലിക്ക് 3 മനുഷ്യരെ ആ തോട്ടിലിറക്കി എന്നതാണ്. ഇന്നിപ്പോൾ റെയിൽവേയുടെ അധീനതയിലുള്ള സ്ഥലത്തെ ഓട ക്ലീൻ ചെയ്യുക എന്നത് റെയിൽവേയുടെ മാത്രം ഉത്തരവാദിത്തമാണെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റെയിൽവേ വലിയ മാലിന്യം സൃഷ്ടിക്കുന്നവരുടെ കൂട്ടത്തിലാണ് ഉള്ളതെന്നും മുൻപ് തന്നെ ഹൈക്കോടതി നിരീക്ഷിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇത്രയും വലിയ അവസ്ഥ ആയിട്ട് പോലും റെയിൽവേക്ക് മാലിന്യ സംസ്കരണ സംവിധാനമില്ല. ആ വേസ്റ്റെല്ലാം കൂടെ കൊച്ചുവേളി കൊണ്ട് വലിച്ചെറിയും. ഇത്രയും ചെയ്തിട്ടും റെയിൽവേയെ പൊതിഞ്ഞു കെട്ടി നിർത്താൻ കേരളത്തിലെ മാധ്യമങ്ങൾ ഒരു മടിയും കാണിച്ചില്ല. കേരളത്തിലെ സർക്കാരിൻ്റെ വീഴ്ചയായിരുന്നെങ്കിൽ മാത്രം ഇവന്മാരുടെ പത്രധർമ്മം പൊങ്ങി നിന്നേനെ.